ഹലോ തേയ, നീ ഇതെവിടാ? നീ ഇതിട്ട് ഇറങ്ങിയില്ലേ? എടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല. ക്ലബിലൊന്നും വന്നാൽ ശരിയാവില്ല. എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്ക് പേടിയാ. എടി എന്തിനാ പേടിക്കുന്നേ? ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നീ ജസ്റ്റ് വാ, നമ്മൾ ജസ്റ്റ് വൈബ് അടിക്കാലോ. ഇല്ലില്ല, അവിടെ എല്ലാവരും ഫുൾ ഡ്രങ്ക് ആയിരിക്കും. അത് മാത്രമല്ല, നിങ്ങളൊക്കെ അടിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവില്ല. ഞാൻ വരൂല. എടി അതിനെന്താ, ജസ്റ്റ് 1 hour ഞങ്ങൾ നോക്കണം നിന്നെ, പ്രോമിസ്. എന്നാലും എന്നാലും ഇല്ല, പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, ഞങ്ങളുണ്ട് കൂടെ. വേണമെങ്കിൽ ഞാൻ വന്ന് പിക്കാക്കാം നിന്നെ, നീ പേടിക്കണ്ട. ശരി. പിന്നെ ഞാൻ ഈ ക്ലബ് ഔട്ട്ഫിറ്റ് ഒന്നും ഇടൂല, ഞാൻ നോർമൽ ഔട്ട്ഫിറ്റേ ഇടൂ. അതൊന്നും കുഴപ്പമില്ല, നീ ഇങ്ങ് വന്നാ മതി. നീ ഇവിടെ നിൽക്കേ, ഞാനും ജോനയും ഒന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. ഏയ് ജീവനെ, നീ അല്ലേ പറഞ്ഞ ഒറ്റയ്ക്കാക്കിയിട്ട് പോകൂലെന്ന്? ഇപ്പം നിങ്ങളിത് എവിടെ പോവുക? എടി ജസ്റ്റ് പേടിക്കണ്ട, ഞങ്ങൾ ജസ്റ്റ് വാഷ്റൂം വരെ ഒന്ന് പോയിട്ട് വരാം. ജസ്റ്റ് 5 minutes. എടാ എന്താ ജീവനെ, യൂണ, എന്ത് കഷ്ടമായി. ഞാൻ എന്ത് ചെയ്യും ഇത്ര നേരം ഒറ്റയ്ക്ക്? ഹായ്, എന്താ പേര്? തേയ. ഓ സേയ, നൈസ് നെയിം. ഒറ്റയ്ക്കാണോ വന്നത്? അല്ലല്ല, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ഒറ്റയ്ക്കല്ല. ഓ ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു കമ്പനിക്ക് വേണമെങ്കിൽ. ഇല്ല, എനിക്ക് കമ്പനി വേണ്ട. എന്നെ തൊടരുത്. വിട് 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 വിട്ട് വിട്ട് വിട്ട്. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നു. പെട്ടെന്ന് ഒരു വിസ്പർ തേയുടെ ബാക്കിൽ മുഴുകുന്നു. ഹേ പേടിക്കണ്ട, പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്ക്. പുറത്തൊരു ഊബറുണ്ട്, നിന്റെ അഡ്രസ്സാണ് പറഞ്ഞേക്കണത്. പെട്ടെന്ന് പൊക്കോ, ഈ സ്ഥലം നിനക്കുള്ളതല്ല. ദിസ് ഇസ് നോട്ട് സേഫ് ഫോർ യു. പെട്ടെന്ന് വീട്ടിൽ പോകാൻ നോക്കൂ, ഓക്കെ? പെട്ടെന്ന് ലൈറ്റ് ഓൺ ആവുന്നു. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. നോക്കിയപ്പോൾ തേയുടെ വേസ്റ്റ് ഗ്രാബ് ചെയ്ത ആൾ ഫ്രണ്ടിൽ ഗൺ ഷോട്ട് ഏറ്റ് കിടക്കണം. തേ പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഊബറിൻ്റെ ആളോട് ചോദിച്ചു അവളുടെ ഏത് അഡ്രസ്സാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഊബറിൻ്റെ ആൾ അവളുടെ അഡ്രസ്സാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ കാറിൽ കയറുന്നു. അതിലൊരു വീട്ടിൽ പോകുന്നു. വീട്ടിൽ എത്തിയ ഉടനെ തേയുടെ റൂമിൽ പോകുന്നു. എന്നാലും അത് ആരായിരിക്കും അല്ലേ? എൻ്റെ അഡ്രസ് എല്ലാം. കുറേ നേരം ചിന്തിച്ചിരുന്നിട്ട് ഡൗൺ സ്റ്റേഴ്സിൽ പോകുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ ജനൽ തുറന്നു നടക്കുന്നത് ശ്രദ്ധിക്കുന്നു. ഇതാരാ തുറന്നിട്ടേ? നീ ഇത് അടച്ചിട്ടിട്ടാണല്ലോ പോയത്. പെട്ടെന്ന് കൗണ്ടറിൻ്റെ മണ്ടയ്ക്ക് ഒരു റെഡ് റോസ് ഇരിക്കുന്നതും ശ്രദ്ധിക്കുന്നു. പതുക്കെ ആ റോസ് കയ്യിലെടുക്കുന്നു. ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നു. വിൻഡോ സൈഡിലൂടെ അവിടെ നിഴൽ പോകുന്നത് ശ്രദ്ധിക്കുന്നു. ആരാ അവിടെ? ആരാന്നാ ചോദിച്ചത്. കിച്ചണിൽ ഫുഡ് സ്റ്റെപ്സ് എൻ്റെ ശബ്ദം കേൾക്കാം. ആരാകത്തുള്ള ആരാന്ന് പെട്ടെന്ന്. ഹേ പേടിക്കണ്ട, ഇത് ഞാനാ. ഇനി അങ്ങനത്തെ സ്ഥലത്തൊന്നും പോകരുത്. നിനക്ക് പറ്റിയ പ്ലേസ് അല്ലാതെ. ഇവൻ തോ അവർ നിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാലും ദാറ്റ്സ് നോട്ട് ദ പ്ലേസ് വേർ യു ഷുഡ് ബി. അത് നിനക്ക് പറ്റിയ സ്ഥലമേ അല്ല, മനസ്സിലായോ? ജസ്റ്റ് എ റിമൈൻഡർ. ബൈ, ഗുഡ് നൈറ്റ്, ലവ്. ലൈറ്റ് തിരിച്ചു വരുന്നു. ആരത്? എന്താ ഇവിടെ നടക്കുന്നേ? പെട്ടെന്ന് പേടിച്ച്
ജനലടച്ചിട്ട് റൂമിലേക്ക് ഓടിപ്പോകുന്നു. നല്ലതാരായിരിക്കും? സെയിം വോയിസ്, സെയിം സെൻഡ്. അയാൾക്കങ്ങനെ എന്നെ അറിയായിരിക്കും. പെട്ടെന്നൊരു അൺനോൺ മെസ്സേജ് തേക്ക് ലഭിക്കുന്നു. ഇതാരായിരിക്കും? എന്ത് ചെയ്യാനാണ്? തേ അങ്ങനെ കിടക്കുന്നു. ആലോചിച്ച് തേ കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം തേ എണ്ണിക്കുന്നു. തേയുടെ ബെഡ് സ്റ്റാൻഡിൽ തേ ഒരു റെഡ് റോസ് കാണുന്നു. സെയിം ഇന്നലെ കണ്ട റോസിനെ പോലെ തന്നെ. ഇത് 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 ഇന്നലെ കണ്ട റോസാണ്. തേ ഇന്നലത്തെ റോസ് കയ്യിലെടുത്തു. അല്ല, 2 റോസ് ഉണ്ട് ഇപ്പം. അപ്പോൾ വീണ്ടും ആരോ റോസ് കൊണ്ടുവച്ചതാ. തേക്കൊരു ചെറിയ പേടി തോന്നുന്നു. പക്ഷെ തേ ഇതാരോടും പറഞ്ഞില്ല. തേ കഫേ പോയിരിക്കുമ്പോൾ ജിമിനും യൂണയും വരുന്നു. ഹേ ദയ, എടാ ഐം സോ സോറി ഡി. ഇന്നലെ ഹാങ് ഓവറിൽ എന്തൊക്കെയോ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അപ്പരെ പറഞ്ഞല്ലേ. എനിക്കറിയായിരുന്നു നിങ്ങൾ ഡ്രങ്കായി കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല. നിഷ, നിന്നെ കാണാതെ പെട്ടെന്ന് പേടിച്ചു പോയി. നീ ഒരു ടെക്സ്റ്റ് പോലും ചെയ്തില്ലല്ലോ. അത് പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് ഊബർ കിട്ടി. അതേ കയറി ഞാൻ പെട്ടെന്ന് പോയി. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ നല്ല ഉറക്കം വന്നിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി ടെക്സ്റ്റ് ചെയ്യാനാരെ. പിന്നെ ടെക്സ്റ്റ് ചെയ്തിട്ട് നീ ഡ്രങ്ക് അല്ലായിരുന്നു. അപ്പോൾ നീ ഇതിൽ ഓർക്കാൻ പോകണില്ലല്ലോ, ടെക്സ്റ്റ് ഇങ്ങനെ കയറി. ഓ സോറി ഫോർ ദാറ്റ്. പിന്നെ ഇത് നിനക്ക് ഇന്ന് എന്ത് കളിച്ചല്ല എൻ്റെ റിസൾട്ട്സ് മാറ്റാൻ വേണ്ടി. ഓ ഓക്കെ ഓക്കെ. അങ്ങനെ അവർ 3 പേരും ഇരിക്കുന്നു. പെട്ടെന്ന് തേക്കൊരു മെസ്സേജ് വരുന്നു. തേ പെട്ടെന്ന് സ്റ്റില്ലാകുന്നു. തേ ചുറ്റും നോക്കുന്നു. എന്താ വെച്ചിട്ടയാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലില്ല, ഞാൻ ജസ്റ്റ് നോക്കിയതാ. ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാം. ഓ ഓക്കെ, പോയിട്ടോ. വാഷ്റൂമിൽ പോകുന്നു. എന്താ പേടിച്ചു പോയോ? Don't be scared, love. You're so beautiful. ആ ആളുടെ സെൻറ്റും സ്റ്റെയറും തേയുടെ നീസ് വീക്കാക്കുമായിരുന്നു.